ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലുള്ള കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധമുയരുന്നു. നാളെ മുതൽ ദില്ലിയിൽ LDF രാപകൽ സമരത്തിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും CK ശശീന്ദ്രൻ റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. കേരളത്തിൽ ദുരന്തമുണ്ടായ ശേഷം, വയനാട്ടിൽ ദുരന്തമുണ്ടായ ശേഷം 4 പേർ മരിച്ച ത്രിപുരയ്ക്ക് 40 കോടി രൂപ കൊടുത്തു. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് 3448 കോടി രൂപ കൊടുത്തു. തമിഴ്നാട്ടിന് 944 കോടി രൂപ കൊടുത്തു. അതെല്ലാം സന്തോഷം, സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കേരളത്തോട് മാത്രം ഒരു വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ള 165ഓളം പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സമരം ഇവിടുന്ന് കേരള ഹൗസിൻ്റെ ഈ പ്രദേശത്ത് നിന്ന് പ്രകടനമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. PR സുനിലാണ് വിവരങ്ങൾ നൽകുന്നത്. സുനിൽ, ഇപ്പോൾ ഡൽഹിയിൽ പ്രതിഷേധമിരിക്കാനൊരുങ്ങിയാണ് കേരളം. കേന്ദ്ര സഹായം വൈകുന്നു, മാത്രമല്ല തന്നിരിക്കുന്ന സഹായമാകട്ടെ സമയപരിധി വച്ചിരിക്കുകയാണ്. അതിന്മേൽ കോടതിയടക്കം കേന്ദ്രത്തെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ സമരം എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ആലോചിക്കുന്നത്? തീർച്ചയായും ദില്ലിയിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ് LDF. ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ 2 ദിവസത്തെ രാപകൽ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ CK ശശീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാളെ കേരള ഹൗസിൽ നിന്ന് മാർച്ച് പുറപ്പെടും, പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. ഏതായാലും ദില്ലി പോലീസ് അതിനുള്ള അനുമതി നൽകാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ജന്തർ മന്ദറിൽ വെച്ച് തന്നെ ഈ മാർച്ച് തടയാനാണ് സാധ്യത. പിന്നീട് അവിടെ കുത്തിയിരുന്ന് സമരം തുടരാനായിരിക്കും ഈ പ്രതിഷേധക്കാരുടെ നീക്കം. ഏതായാലും കേന്ദ്ര സർക്കാർ വയനാട് പാക്കേജ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ബജറ്റിൽ വയനാട് പാക്കേജ് പ്രഖ്യാപിക്കും എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ. 2000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ 500 കോടി രൂപ കടമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമരം ദില്ലിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുക എന്നത് തന്നെയാണ് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 165 പേരാണ് ദില്ലിയിലെ ഈ രാപകൽ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെ കേരള ഹൗസിലൊക്കെ തന്നെ നിരവധി പേർ ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ് ഈ സമരം ആരംഭിക്കുക. ശരി, നാളെ രാവിലെ മുതൽ ഡൽഹിയിൽ രാപകൽ സമരത്തിനൊരുങ്ങുകയാണ് LDF. PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.